ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 9. ചേച്ചി ഒന്ന് വേഗം റെഡിയാകുന്നുണ്ടോ? ലേറ്റായ പിന്നെ ടിക്കറ്റ് ഇടില്ലാട്ടോ, മീനു ആകുലതയോടെ പറഞ്ഞു. സ്കൂട്ടിയുടെ ചാവിയും കയ്യിൽ കറക്കി മീനു മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിപ്രാളത്തോടെ നടന്നു. ദാ വരുന്നു മീനു, ഒരു മിനിറ്റ്, എൻ്റെ ഷോൾ എവിടെയെന്ന് നോക്കട്ടെ. ഷോൾ ഒന്നും വേണ്ട ചേച്ചി, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ദാ വന്നിടി മീനു എന്ന് പറഞ്ഞ് ഷോളും കഴുത്തിലൂടെ ഇട്ട് വേഗത്തിൽ മീര പുറത്തേക്കിറങ്ങി. സിനിമയ്ക്ക് പോകാൻ എന്താ രണ്ടിൻ്റെയും ആവേശം? ഞാൻ ഇന്ന് റേഷൻ കടയിലേക്ക് പോകാൻ പറഞ്ഞ രണ്ടിനും വയ്യ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് പോയിട്ട് വരാൻ മതിയമ്മേ എന്ന് പറഞ്ഞ് മീര ഇറങ്ങി. അമ്മ ശരി ബായ്, മീനുവും പറഞ്ഞു. നോക്കിപ്പോ, സമയം വൈകി എന്ന് പറഞ്ഞ് ധൃതിയിൽ പോകണ്ട, ഇടയ്ക്ക് വിളിക്ക്. ശരി വല്യമ്മ. ഈശ്വര, കുട്ടികളെ കാത്തോളണേ എന്ന് പറഞ്ഞ് മാധവ് വീടിനകത്തേക്ക് പോയി. തിയേറ്റർ എത്തി. നല്ല തിരക്ക് കണ്ടതും ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങാമെന്ന്, ഇനി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല, മീനു നിരാശയോടെ പറഞ്ഞു. തുടക്കത്തിൽ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ലേ, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മീര ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. മീനു വണ്ടി പാർക്ക് ചെയ്യാനും പോയി. നീണ്ട ക്യൂ കണ്ട് അന്തം വിട്ട മീര, ഇന്ന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ മീനു എന്നെ കൊല്ലും, ഈശ്വര ടിക്കറ്റ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മീര ക്യൂവിൽ പോയി നിന്നു. വണ്ടി പാർക്ക് ചെയ്ത് മീനു മീരയുടെ അടുത്തെത്തി. ക്യൂ കണ്ട് ഞെട്ടിയ മീനു ചേച്ചിയെ നോക്കി. ടിക്കറ്റ് കിട്ടിയത് തന്നെ, ഇനി ചേച്ചി മാറിക്കോ, ഞാൻ നിൽക്കാം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് എക്സിബിഷൻ കാണാൻ പോവാം എന്ന് പറഞ്ഞ് മീനു ക്യൂവിൽ കയറി നിന്നു. കുറച്ചു കഴിഞ്ഞതും കാർത്തിക്കും സതീഷ് സാറും കുറച്ച് കുട്ടികളും കൂടെ തിയേറ്ററിലെത്തി. നല്ല തിരക്ക് കണ്ടതും, അയ്യോ സാറേ, ഇതിന് ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല, അമ്മാതിരി തിരക്കാ, നമുക്ക് വേറെ പടം വല്ലതും നോക്കാം എന്ന് കുട്ടികൾ പറഞ്ഞു. അയ്യോ പിള്ളേരെ ഓൺലൈൻ ഒന്ന് നോക്കി നോക്ക്, ചിലപ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ കിട്ടും, സതീഷ് പറഞ്ഞു. ഇല്ല മാഷേ, ഓൺലൈൻ ടിക്കറ്റൊക്കെ എപ്പോഴോ കഴിഞ്ഞു, എല്ലാം ഫുള്ളാ, കുട്ടികളിൽ ഒരുത്തൻ പറഞ്ഞു. സതീഷ് സാറേ, നമുക്കെന്നാ വേറെ പടം നോക്കാം, കാർത്തിക് ചോദിച്ചു. പിള്ളേരെ, വേറെ ഏത് പടമോ ഉള്ളതെന്ന് നോക്കിയേ, ഇനി അതിനും ടിക്കറ്റ് തീർന്നു പോകണ്ട, സതീഷ് കുട്ടികളോട് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടയിൽ കാർത്തിക്കിന് ഫോൺ വന്നു. കാർത്തിക്, സാറേ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അല്പം മാറി നിന്നു. ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് മീര അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാർത്തിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കാർത്തിക് മീരയുടെ അടുത്തേക്ക് പോയി. ഹലോ മീര. സാറോ, ഇവിടെ മഴത്തുള്ളി സിനിമയ്ക്ക് വന്നതാണോ? ടിക്കറ്റ് കിട്ടിയോ? ഇല്ല മീര, ഞങ്ങൾ കുറച്ച് വരാൻ വൈകി, എന്തൊരു തിരക്കാണല്ലേ, ഇനി വേറെ ഏതെങ്കിലും പടത്തിന് നോക്കണം. മീരയ്ക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മീനു ക്യൂവിൽ നിൽപ്പുണ്ട്, മീനുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മീര പറഞ്ഞു. ടിക്കറ്റുണ്ടെങ്കിൽ സാറിനും കൂടി കിട്ടുമോ നോക്കാം, ബായോ എന്ന് പറഞ്ഞ് മീരയും കാർത്തിക്കും മീനുവിൻ്റെ അടുത്തേക്ക് പോയി. ഹലോ മീനു. കാർത്തിക്കിൻ്റെ വിളി കേട്ട് മീനു തിരിഞ്ഞു നോക്കി. സാറോ, എന്താ വിശേഷം? എത്ര പെട്ടെന്ന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയതല്ലേ, സിനിമയ്ക്ക് വന്നതല്ലേ? മീനു ചോദിച്ചു. സിനിമയ്ക്ക് തന്നെ, പക്ഷേ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല, കുറച്ച് വരാൻ വൈകി. സാർ ഒറ്റയ്ക്കാണോ? മീര ചോദിച്ചു. അല്ല, എൻ്റെ കൂടെ കുറച്ചു പേരുണ്ട്, ഇതിന് ടിക്കറ്റ് കിട്ടില്ല, വേറെ ഏതെങ്കിലും പടം ഉണ്ടെന്ന് നോക്കി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ക്യൂവിലുണ്ടല്ലോ, ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചേർത്തെടുക്കാം, മീനു പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ 6 പേരുണ്ട്, ഞങ്ങൾക്കും കൂട്ടി എടുത്തോളൂ, ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്ന് പറഞ്ഞ് കാർത്തിക് ഫോൺ എടുത്ത് സതീഷിനെ വിളിച്ചു. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അവർ അവിടെ എത്തിയതും, സാറേ ഇത് മീര, ഹയർ സെക്കൻഡറി ടീച്ചറാണ്, എൻ്റെ ഫ്രണ്ടാ, ഇവർ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കും കിട്ടും, കാർത്തിക് പറഞ്ഞു. സാറിന് ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? സാർ ഇവിടെ പരിചയക്കാരും ഇല്ലെന്നല്ലേ പറഞ്ഞത്, ഇതേക്കുറിച്ചൊന്നും പറഞ്ഞതേയില്ല, സതീഷ് പറഞ്ഞു. മീരയെ യാദൃശ്ചികമായി ലൈബ്രറി വെച്ച് പരിചയപ്പെട്ടതാ. മീരയെയും മീനുവിനെയും സതീഷ് സാറിന് കാർത്തിക് പരിചയപ്പെടുത്തി കൊടുത്തു. തിരിച്ചവരെ മീരയ്ക്കും പരിചയപ്പെടുത്തി. സാറിന് എത്ര പെട്ടെന്നാണ് ഇവിടെ പരിചയക്കാരായത്? ഈ കോളേജ് ഇത്രയും വർഷമായിട്ടും ആ ചായക്കടക്കാരനായിട്ട് എനിക്ക് ഇത്രയും അടുപ്പമില്ല. വന്ന് 10 ദിവസം ആകുമ്പോഴേക്കും സാറിന് ഇവിടെ എന്തൊരടുപ്പമാണ് ഓരോരുത്തരോടും. സമ്മതിച്ച സാറിനെ, സതീഷ് കാർത്തിക്കിനോട് പറഞ്ഞു. അത് കേട്ട് കാർത്തിക് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് കാർത്തിക് ടിക്കറ്റിനുള്ള പൈസ എടുത്ത് മീനുവിന് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും, അതൊന്നും വേണ്ട സാർ, അവൾ ടിക്കറ്റ് എടുത്തോളും
ഇന്ന് ഞങ്ങളുടെ വക ആയിക്കോട്ടെ, മീര പറഞ്ഞു. കാർത്തിക് വീണ്ടും നിർബന്ധിച്ചു മീനുവിനോട് പണം വാങ്ങാനായി. കാർത്തിക്കിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങരുതെന്ന് മീനുവിനെ ചട്ടം കിട്ടി. ഒടുവിൽ കാർത്തിക് മീരയുടെ നിർബന്ധത്തിന് വഴങ്ങി പൈസ തിരിച്ച് പോക്കറ്റിലിട്ടു. മീനുവിനെ ക്യൂവിൽ നിർത്തി അവർ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. അവർ സംസാരിക്കുന്നിടയിൽ ടിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞ് മീനു അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ടിക്കറ്റ് കിട്ടിയതും എല്ലാവർക്കും സന്തോഷമായി. കാർത്തിക്കും സതീഷും കുട്ടികളും കൂടി ഒരു സെൽഫി എടുത്തു. മീരയും മീനുവിനെയും അവർ ക്ഷണിച്ചെങ്കിലും അവർക്കെന്തോ ഒരു മടിയുണ്ടെന്ന് മനസ്സിലാക്കിയ കാർത്തിക് പിന്നെ അവരെ നിർബന്ധിച്ചില്ല. മീരയും മീനുവും ടിക്കറ്റ് പിടിച്ചൊരു സെൽഫി എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു. ഫോട്ടോ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് തിയേറ്ററിനകത്തേക്ക് കയറി. ആയതും സാർ ഇവിടെ ഇരുന്നു, ഞങ്ങൾ പോയി ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം, സതീഷ് കാർത്തിക്കിനോട് പറഞ്ഞു. എന്നിട്ട് മീരയോടായി, ടീച്ചർ നിങ്ങൾക്കെന്താ വേണ്ടത്, കോഫി ഓർ ഐസ്ക്രീം, ഏതാ വേണ്ടത്? അയ്യോ ഒന്നും വേണ്ട സാർ, മീനു പോകുന്നുണ്ട് വാങ്ങാൻ, മീര പറഞ്ഞു. അത് ശരിയാകില്ല ടീച്ചറെ, ഞങ്ങൾ തന്നെ വാങ്ങിച്ചോളാം, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. സതീഷ് അവരെ വാങ്ങാൻ പോകാൻ അയച്ചതേയില്ല. എങ്കിൽ ഐസ്ക്രീം തന്നെ മതി എന്ന് മീര പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് സതീഷ് കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോയി. ചേച്ചി ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം, മീനു പറഞ്ഞു. ഞാൻ വരണോ? മീര ചോദിച്ചു. വേണ്ട ചേച്ചി, ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മീനുവും പുറത്തേക്ക് പോയി. കാർത്തിക്കിനെ നോക്കി. ഫോണിൽ എന്തോ കാര്യമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാറിന് എവിടെയെന്ന് ഇത്രയും ചെമ്പകം കിട്ടിയത്? മീര ചോദിച്ചു. മീരയ്ക്ക് ചെമ്പകം വലിയ ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കാർത്തിക് ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിൽ വെച്ചു. മീര മൂളി. പുസ്തകത്തിനിടയിലെ ചെമ്പകപ്പൂക്കളുടെ ഗന്ധം മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകുന്നത് പോലെ തോന്നി. ഓരോ പേജുകൾ മറിക്കുമ്പോഴും ചെമ്പകപ്പൂക്കളുടെ മണം നമ്മുടെ സിരകളിലേക്ക് ആഴ്ന്നിറങ്ങി വളരെ നല്ലൊരു അനുഭവം തന്നെ നൽകുന്നുണ്ട്. വാടിയ ചെമ്പകപ്പൂക്കളുടെ ഗന്ധം തന്നെ ഇത്രയും ആനന്ദകരമാണെങ്കിൽ പുതുമയുള്ള ചെമ്പകപ്പൂക്കൾ അത് നന്നായിരിക്കില്ല എന്ന് ചിന്തിച്ചു. അങ്ങനെ ഹോസ്റ്റലിലെ ചെമ്പകമരത്തിൽ നിന്നും കുറച്ച് പൂക്കളെടുത്ത് ഞാനും പുസ്തകത്തിനിൽ വയ്ക്കാൻ തുടങ്ങി. വായനയ്ക്ക് ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു പ്രത്യേക സുഖം തന്നെ അതിൻ്റെ ഗന്ധം നൽകുന്നുണ്ട്. ഞാനും ഇപ്പോൾ ചെമ്പകപ്പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ചെമ്പകപ്പൂക്കളുടെ ഈ മാസ്മരികത ഞാൻ തിരിച്ചറിഞ്ഞത് മീരയിൽ നിന്നാണ്. അതിന് ഒരുപാട് നന്ദി. കാർത്തിക് പറഞ്ഞത് കേട്ട് മീര ചിരിച്ചു. മീര ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ കാർത്തിക് ചോദിച്ചു, എന്താണോ ഇത്രയും ചിരിക്കാൻ? മീര ചിരിയടക്കാൻ ശ്രമിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഹേ, എൻ്റെ ചെമ്പകഭ്രാന്ത് വേറെ ആൾക്ക് കിട്ടിയെന്നോർത്തപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാ. എൻ്റെ ഈ ഭ്രാന്ത് എങ്ങനെ കുറയ്ക്കാമെന്ന ചിന്തയിലാ എൻ്റെ വീട്ടുകാർ. അപ്പോഴാണ് ഞാൻ അത് വേറൊരാൾക്ക് കൂടി പകർന്നു കൊടുത്തത്. ഇത് ഭ്രാന്തായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഭ്രാന്തിന് വല്ലാത്തൊരു ഫീൽ തരാൻ കഴിയുന്നുണ്ടോ. ഇനി എന്തായാലും എൻ്റെ വായനയോടൊപ്പം ചെമ്പകത്തിന് നറുമണമുണ്ട്. വീരെ ഇത്തരത്തിൽ വായിക്കാൻ ശീലിച്ചത് എങ്ങനെയാണ്? ഞാൻ കുഞ്ഞുനാളിന് അംഗൻവാടിയിൽ പോകുമ്പോൾ അവിടെ ഒരു ചെമ്പകമരമുണ്ട്. എപ്പോഴും മഞ്ഞ ചെമ്പകം അതിൽ വിരിയും. ടീച്ചർ ദിവസവും പൂക്കൾ പറിച്ച് ഞങ്ങൾ കുട്ടികളുടെ മുടിയിൽ വെച്ചത്. പിന്നെ സ്കൂളിലെത്തിയപ്പോൾ അവിടെയും ചെമ്പകമരമുണ്ടായിരുന്നു. ദിവസവും എൻ്റെ മുടിയിൽ ഈ പൂവുണ്ടാകും. പെട്ടെന്നൊരു ദിവസം മരം സ്കൂളുകാരങ്ങ് മുറിച്ചു. പിന്നെ പൂ കിട്ടാതെയായി. അപ്പോഴെനിക്ക് ചെമ്പകത്തിനോട് ഇത്രയും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നെ എവിടെ എന്തെങ്കിലും കിട്ടുമ്പോൾ തലയിണക്കിടയിലും പുസ്തകത്തിനിടയിലും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. ചെമ്പകം കിട്ടാത്ത ദിവസങ്ങളിൽ ഇതെടുത്ത് മണക്കും. അങ്ങനെ അത് പിന്നെ ഒരു ശീലമായി. ഇപ്പോൾ ചെമ്പകമില്ലാതെ പറ്റാതായി. വീട്ടിലിപ്പോൾ ചെടി വെച്ചിട്ടുണ്ട്. ആഹാ, അടിപൊളി, ചെമ്പകപ്പൂവിൻ്റെ മണമുള്ളവൾ. കാർത്തിക് മീരയെ വിശേഷിപ്പിച്ചത് കേട്ട് മീര ചിരിച്ചു. പിന്നെ ഞാൻ ഇതുവരെ മീരയെക്കുറിച്ച് അധികമൊന്നും ചോദിച്ചിട്ടില്ല. മീരയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 8 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പിന്നെ ഞാൻ വല്യമ്മയുടെ കൂടെയാണ് വളർന്നത്. അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർത്തപ്പോൾ മീരയുടെ മുഖം വാടി. കാർത്തിക്കിനും താൻ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് മീരയുടെ മുഖം കണ്ടപ്പോൾ തോന്നി. ഫസ്റ്റ് ഓഫ് ഒരു സിനിമ കൊള്ളാലേ? കാർത്തിക് വേഗം സംസാര വിഷയം മാറ്റി. ആ സിനിമ നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ട നടിയുടെ ആക്റ്റാണ്. ഭർത്താവിൻ്റെ ബോഡി എത്തുമ്പോഴുള്ള തീവ്രവേദനയൊക്കെ എത്രത്തോളം ഉൾക്കൊണ്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, മീര പറഞ്ഞു. എനിക്ക് ആ രംഗം കണ്ടപ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ ആ സ്ത്രീയെ ഓർത്തുപോയി. ദൈവം പലപ്പോഴും എത്രമാത്രം ക്രൂരനാകുന്നുണ്ട്. ആത്മാർത്ഥമായി പ്രണയിക്കുന്ന പലരെയും ദൈവം പിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. മനോഹരമായ പ്രണയങ്ങളൊക്കെ ദൈവത്തിന് വിരൂപമായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവും.
കാർത്തിക് പറഞ്ഞു തീരുമ്പോഴേക്കും മീനു അവിടേക്കെത്തി. ഒപ്പം സതീഷും കുട്ടികളും ഐസ്ക്രീമും സ്നാക്സുമായി എത്തി. എല്ലാവർക്കും സതീഷ് അതെല്ലാം പങ്കിട്ടു നൽകി. രണ്ടാളും കൂടി ഭയങ്കര കത്തിയാണല്ലോ, എന്താ ചേച്ചി? മീനു രഹസ്യമായി മീരയോട് ചോദിച്ചു. അത് സിനിമയിലെ നടിയുടെ അഭിനയത്തെക്കുറിച്ച് പറയായിരുന്നു. നടിയുടെ അഭിനയത്തെക്കുറിച്ച് എന്താ ഇത്രയും പറയാൻ? പടം തുടങ്ങി, നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? മീര പറഞ്ഞു. ഓ, ഇത്ര ഡിമാൻഡാണെങ്കിൽ പറയണ്ട. അലസതയോടെ മീനു പറഞ്ഞുകൊണ്ട് സിനിമയിലേക്ക് നോക്കിയിരുന്നു. സിനിമ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. അടിപൊളി സിനിമയല്ലേ, കരയിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം സിനിമയെക്കുറിച്ച് പറഞ്ഞു. ടീച്ചറെ, ഒത്തിരി സന്തോഷം പരിചയപ്പെട്ടതിൽ, ഇനിയും കാണാൻ കഴിയട്ടെ, സതീഷ് മീരയോട് പറഞ്ഞു. കുട്ടികളും ടീച്ചറോട് യാത്ര പറഞ്ഞു. മീനുവും അവരോട് യാത്ര പറഞ്ഞു. വണ്ടിയെടുക്കാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. സതീഷ് സാറും വണ്ടിയെടുക്കാൻ മീനുവിനോടൊപ്പം പോയി. കുട്ടികളെല്ലാം സെൽഫി എടുക്കുന്ന തിരക്കിൽ കാർത്തികിനെ വീണ്ടും തനിച്ച് കിട്ടിയപ്പോൾ സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്, മീര മടിച്ചുകൊണ്ട് കാർത്തികിനോട് പറഞ്ഞു. ചോദിച്ചോളൂ മീര, എന്താണ് കാര്യം? തുടരും. ഈ ഭാഗം നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.